ഹായ് മക്കൾസ്, വീണ്ടും നിങ്ങളുടെ സ്വന്തം മറക്കലാണ്. NMMSന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അഗ്രികൾച്ചറൽ സെക്ടർ. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എല്ലാ വർഷവും 1 മാർക്കിന് ഇവിടുന്ന് ഒരു ചോദ്യം വരാറുണ്ട്. സാർ 1 മാർക്കല്ലേടാ, ആകെ ബയോളജിക്ക് 12 മാർക്കുള്ളൂ, അതിൽ ഓരോ മാർക്കും നമുക്ക് എന്താണ് വിലപ്പെട്ടതാണ്. NMMSൽ ഓരോ മാർക്കും എന്താണ് നമുക്ക് വിലപ്പെട്ടതാണ്. അത് പോട്ടെ, ഇതാ പിടിച്ചോളൂ. ഇതാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ സെക്ടറുകൾ. അത് ഓരോ അഗ്രികൾച്ചറൽ സെക്ടറിനും ഒരു പേരുണ്ട്. അതായത് ഫസ്റ്റ് വൺ റിയറിംഗ് ഓഫ് ഫിഷസ്, അതായത് മത്സ്യകൃഷി. മത്സ്യങ്ങളെ വളർത്തുന്നതിന് ഒരു പ്രത്യേകിച്ചൊരു പേര് കൊടുത്തിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് പിസികൾച്ചർ. എന്താണ് പേര്? പിസികൾച്ചർ. മത്സ്യങ്ങളെ വളർത്തുന്നതിന് വിളിക്കുന്ന പേരെന്താണ്? പിസികൾച്ചർ. നല്ല പേര്. ഓക്കെ, ഇപ്പൊ തന്നെ പഠിച്ചോക്കട്ടെ. മത്സ്യം പിസി രണ്ടിലും എന്തുണ്ട്? സായ് ഉണ്ട്. അങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് റിയറിംഗ് ഓഫ് സിൽക്ക് വേം. സിൽക്ക് വേം മീൻസ് പട്ടുനൂൽപ്പുഴു. പട്ടുനൂൽപ്പുഴുവിനെ വളർത്തുന്നതിന് വിളിക്കുന്ന പേരാണെന്ത്? സെറികൾച്ചർ. എന്താണ് പേര്? സെറികൾച്ചർ. അതിങ്ങനെ കണക്ട് ചെയ്യാം. സിൽക്ക് വേമിൽ എന്തുണ്ട്? എസ് ഉണ്ട്. സിൽക്ക് വേമിൽ എന്തുണ്ട്? എസ് ഉണ്ട്. സെറികൾച്ചറിലും എന്തുണ്ട്? എസ് ഉണ്ട്. അപ്പൊ SS എന്ന് കണക്ട് ചെയ്യാം. SS സോഷ്യൽ സയൻസ് അല്ല, സിൽക്ക് വേം സെറികൾച്ചർ. ആ ഒരു രീതിയിൽ കണക്ഷൻ വെക്കുക. ഓക്കെ, പിന്നെ അടുത്തതാണെന്ത്? ഗ്രോവിംഗ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ റിയറിംഗ് ഓഫ് ഫ്ലവേഴ്സ്. പൂക്കൾ ഫ്ലവർ വളർത്തുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫ്ലോറികൾച്ചർ. എന്താണ്? ഫ്ലോറികൾച്ചർ. വളരെ സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാം. എടാ, ഫ്ലവറിൽ എന്തുണ്ട്? ഫ്ലായ് ഉണ്ട്. ഫ്ലോറിയിലും എന്തുണ്ട്? ഫ്ലായ് ഉണ്ട്. ഫ്ലവറിലും ഫ്ലായ് ഉണ്ട്, ഫ്ലോറിയിലും ഫ്ലായ് ഉണ്ട്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാം. ഫ്ലവർ ഫ്ലാ, ഫ്ലോറി ഫ്ലാ. അപ്പൊ ഫ്ലോറികൾച്ചർ എന്ന് സിമ്പിൾ അല്ലേ? എന്തൊരു സിമ്പിൾ. എന്നാ ഞാൻ അടുത്തത് റിയറിംഗ് ഓഫ് ഹണിബി. ഹണിബി മീൻസ് തേനീച്ച. നമുക്കറിയാലോ തേനീച്ചന്റെ സയന്റിഫിക് നെയിം എന്താണ്? എപ്പിസ് ഇൻഡിക്ക. നമുക്ക് എല്ലാവർക്കും അറിയാം തേനീച്ചന്റെ സയന്റിഫിക് നെയിം എപ്പിസ് ഇൻഡിക്കയാണ്. സോ തേനീച്ചയുമായി ബന്ധപ്പെട്ട കൃഷിയെ വിളിക്കുന്ന പേര് എപ്പികൾച്ചർ. എന്ത് കൾച്ചർ? എപ്പികൾച്ചർ. തേനീച്ചന്റെ സയന്റിഫിക് നെയിം അറിയുന്ന ഒരാൾക്ക് തേനീച്ചനെ വളർത്തുന്ന കൃഷിയെ വിളിക്കുന്ന പേര് വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. തേനീച്ചയുടെ സയന്റിഫിക് നെയിം, ഇനി അത് അറിയാത്ത ഒരാളുണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ പഠിക്കട്ടോ. തേനീച്ചയുടെ സയന്റിഫിക് നെയിം എപ്പിസ് ഇൻഡിക്ക. ഓക്കെ, എപ്പിസ് ഇൻഡിക്ക. അപ്പൊ തേനീച്ചയെ വളർത്തുന്നതിന് വിളിക്കുന്ന പേരെന്താണ്? എപ്പികൾച്ചർ. എന്താണ് പേര്? എപ്പികൾച്ചർ. പിന്നെ കന്നുകാലി വളർത്തൽ, റിയറിംഗ് ഓഫ് കാറ്റിൽ. അതായത് ഇപ്പോൾ ആട്, പശു, പോത്ത് അങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ, എരുമയൊക്കെ. അങ്ങനെയുള്ള കന്നുകാലിയെ വളർത്തുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? ലൈവ് സ്റ്റോക്ക് ഫാമിംഗ്. എന്താണ് ഫാമിംഗ്? ലൈവ് സ്റ്റോക്ക് ഫാമിംഗ്. അത് ആ രീതിയിൽ തന്നെ പഠിക്കട്ടോ. ലൈവ് സ്റ്റോക്ക് ഫാമിംഗ്. ഓക്കെ, ഇനി അടുത്തതാണെന്ത്? റിയറിംഗ് റാബിറ്റ്. മൊയൽ വളർത്തലുണ്ടോ? ചില ആൾക്കാർ മൊയലിനെ കൃഷി ചെയ്യാറുണ്ട്. രസമാണ് കേട്ടോ. ഓക്കെ, മൊയിൽ ഭയങ്കര ക്യൂട്ടല്ലേ? നോക്കടാ, എന്ത് രസമല്ലേ കാണാൻ തന്നെ. എന്തൊരു ക്യൂട്ട്. നിങ്ങളൊക്കെ പോലെ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ആളാണ് ഒരു മൊയിൽ. സോ അതുകൊണ്ട് ക്യൂണി കൾച്ചർ. മൊയിൽ ക്യൂട്ടാണ്, സോ ക്യൂണി കൾച്ചർ. ക്യൂണി. എന്തൊരു കണക്ഷൻ. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കട്ടോ. കാരണം നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും. അതിൽ കോഡോ കണക്ഷനൊക്കെ വെച്ചിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ മൊയിൽ ക്യൂട്ടാണ്, അതുകൊണ്ട് ക്യൂണി കൾച്ചർ. ഓക്കെ, പിന്നെ കൾട്ടിവേറ്റിംഗ് മഷ്റൂം മീൻസ് കൂണ്. ഓക്കെ, പേരിൽ തന്നെ ഉണ്ട് മഷ്റൂം, അതുകൊണ്ട് മഷ്റൂം കൾച്ചർ. സിമ്പിളാണ്. ഇനി അടുത്തത് റിയറിംഗ് പൗൾട്രി മീൻസ് കോഴി, താറാവ്, കാട അങ്ങനെയുള്ള ജീവികൾ എന്ന് വെച്ചാൽ പക്ഷികൾ. ഓക്കെ, ഇപ്പോൾ കോഴി, താറാവ്, കാടൊക്കെ എന്താണ്? പക്ഷികളാണ്. ഗിനിക്കോഴി അതൊക്കെ ഒരു പക്ഷികളാണ്. നമ്മൾ എല്ലാ പക്ഷികളെയും വളർത്താറില്ലല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ പരുന്തിനെ വളർത്തുമോ? ഇല്ലല്ലോ. പരുന്തിനെ ആരെങ്കിലും കൃഷി ചെയ്യോ? ഇല്ല. അല്ല, ഒരാൾ കഴുകനെ കൃഷി ചെയ്യോ? ഇല്ല. നമ്മൾ കൃഷി ചെയ്യുന്ന ജീവികൾ ഏതായാലും, കൃഷി ചെയ്യുന്ന പക്ഷികൾ ഏതാണ്? കോഴി, താറാവ്, കാട അങ്ങനെയുള്ള ജീവികളാണ് നമ്മൾ പൊതുവെ എന്ത് ചെയ്യാറ്? കൃഷി ചെയ്യാറ്. കോഴി കൃഷിയുണ്ട്, കോഴി ഫാമില്ലേ, കാടന്റെ ഫാം ഉണ്ട്, താറാവ് ഫാം ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ. അതായത് കോഴി കൃഷി, കാട കൃഷി, താറാവ് കൃഷി, അതൊക്കെ എന്താണ്? ഒരു പക്ഷികളാണ്. അത്തരത്തിലുള്ള പക്ഷികളെ കൃഷി ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? പൗൾട്രി ഫാമിംഗ്. എന്താ ഫാമിംഗ്? പൗൾട്രി ഫാമിംഗ്. അപ്പോൾ റിയറിംഗ് ഓഫ് പൗൾട്രി അല്ലെങ്കിൽ കോഴി, കാട, താറാവ് അങ്ങനെയുള്ള ജീവികളെ വളർത്തുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? പൗൾട്രി ഫാമിംഗ്. ഇതെങ്ങനെ കണക്ട് ചെയ്യുന്നു ചോദിച്ചാൽ സിമ്പിളാണ്. ഇപ്പോൾ ഈ കോഴി, താറാവ്, കാട ഇവരൊക്കെ എന്താണ്? പക്ഷികളല്ലേ? ഇവരൊക്കെ ബേസിക്കലി അവരെന്താണ്? പക്ഷികളാണ്. പക്ഷികൾ എവിടെ ഉണ്ടാവുക? മരത്തിലല്ലേ പക്ഷികൾ ഉണ്ടാവുക? അല്ലേ? മരത്തിലാണ് പക്ഷികൾ ഉണ്ടാവുക. സോ പൗൾട്രി അങ്ങനെ കണക്ട് ചെയ്യുക. മരത്തിൽ പക്ഷികൾ ഉണ്ടായതുകൊണ്ട് പൗൾട്രി ഫാമിംഗ്. ഓക്കെ, ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? മരമാണ്. അപ്പോൾ പൗൾട്രി ഫാമിംഗ് ആ രീതിയിൽ കണക്ട് ചെയ്യാം. സിമ്പിൾ അല്ലേ? സോ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? കുഞ്ഞു കുറേ വീഡിയോസുമായിട്ട് ഇനിയും വരാം. നമുക്ക് NMS പരീക്ഷ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് സെറ്റായിട്ട് പഠിക്കണം. നമുക്ക് NMS ക്രാക്ക് ചെയ്യണം. December 30 NMSന്റെ ഡേറ്റ്. അപ്പോൾ ആ ഒരു ഡേറ്റ് നിങ്ങളെ മൈൻഡിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്ത് ചെയ്യണം? ഇടയ്ക്കിങ്ങനെ നമ്മളിങ്ങനെ റീവൈൻഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ NMS ഇങ്ങനെ ക്രാക്ക് ചെയ്ത് NMSന്റെ ആ ഒരു 48,000 രൂപ സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയിട്ട് നമ്മളിങ്ങനെ ട്രോഫിയൊക്കെ വാങ്ങിക്കുന്ന ഒരു രംഗമൊക്കെ എന്ത് ചെയ്യാം? മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാം. എന്നിട്ട് പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ എന്താ പറയുക? നമുക്ക് ചടപ്പുണ്ടാവില്ല. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് സാധനം കിട്ടും. അപ്പോൾ എതിവേ ഉഷാറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക, എൻജോയ് ചെയ്ത് പഠിക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ബയോളജിയിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഒക്കെ ചോദിക്കാം. ഇനി ബാക്കിയുള്ള വിഷയം എന്നോട് ചോദിക്കരുത് കേട്ടോ. ഓക്കെ, ബയോളജി ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഉഷാറായിട്ട് പഠിക്കാം, അടിപൊളിയായിട്ട് പഠിക്കാം, സീനായിട്ട് പഠിക്കാം. സോ എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇത് നിങ്ങളുടെ സ്വന്തം അറക്കൽ.